ദില്ലി മാർച്ച് നിർത്തിവെച്ചിരിക്കുകയാണ് കർഷകർ. അവർ തോറ്റു പിന്മാറിയെന്ന് മോദി സർക്കാർ കരുതേണ്ട. അവർ കൂടുതൽ ശക്തിയോടെ തന്നെ തിരിച്ചു വരും. ഇപ്പോൾ യുവ കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് മാർച്ച് നിർത്തിവെക്കാനുള്ള തീരുമാനമുണ്ടായത്. 2 ദിവസത്തേക്കാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ശംഭുവിലെ നേതാക്കളടക്കം ഖനൌരി അതിർത്തി സന്ദർശിക്കുന്നുണ്ട്. തുടർ നടപടികൾ അതിനുശേഷം തീരുമാനിക്കും. ഹരിയാനയിലെ ഖനൌരി അതിർത്തിയിലാണ് കർഷകർ മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലീസും കർഷകരും തമ്മിൽ ഇവിടെ വെച്ച് ഏറ്റുമുട്ടിയിരുന്നു. ഏറ്റുമുട്ടലിൽ പോലീസ് നടപടിക്കിടെയാണ് കർഷകൻ കൊല്ലപ്പെട്ടതെന്നാണ് കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭ ആരോപിച്ചിരിക്കുന്നത്. അതേസമയം മാർച്ച് നിർത്തിവെച്ചുവെങ്കിലും കുത്തിയിരിപ്പ് സമരം തുടരുമെന്നാണ് കർഷകർ അറിയിച്ചത്. അതേസമയം പരിക്കേറ്റ കർഷകനെ പട്യാലയിലെ ഡോക്ടറാണ് പരിശോധിച്ചത്. ഇയാൾക്ക് വെടിയേറ്റതാണെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരാവസ്ഥയിലായതിനാൽ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. ഇയാളുടെ പോസ്റ്റ്മോർട്ടം ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഖനൌരിയിൽ നിന്ന് 3 പേരാണ് വന്നത്. ഇവർക്ക് പരിക്കേറ്റിരുന്നു. ഇതിലൊരാൾ ആശുപത്രിയിൽ എത്തും മുൻപ് തന്നെ മരിച്ചിരുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തലയിലും തുടയിലും വെടിയേറ്റിട്ടുണ്ട്. ഇക്കാര്യം പക്ഷേ സ്ഥിരീകരിക്കാനാവില്ലെന്നും പട്യാല രാജേന്ദ്ര ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ രേഖി പറഞ്ഞു. കൊല്ലപ്പെട്ടയാളുടെ തലയിലാണ് വെടിയേറ്റത്. വെടിയുണ്ടയുടെ വിവരങ്ങളടക്കം പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ശുഭ് കരൺ സിംഗ് എന്ന കർഷകനാണ് കൊല്ലപ്പെട്ടത്. പോലീസ് നടപടിയാണ് ഇയാളുടെ മരണത്തിന് കാരണമെന്നും കിസാൻ സഭ ആരോപിക്കുന്നുണ്ട്. 23-കാരനായ ശുഭ് കരൺ സിംഗ് ബഠിൻഡ നിവാസിയാണ്. അതേസമയം ശംഭു ഖനൌരി അതിർത്തികളിലെ പ്രതിഷേധം അക്രമാസക്തമായിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കർഷകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ചുവെന്ന് പോലീസ് കുറ്റപ്പെടുത്തി. 3 റൗണ്ടാണ് കണ്ണീർവാതകം പ്രയോഗിച്ചത്. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചത്. ദത്ത സിംഗ് ഖനൌരി അതിർത്തിയിൽ വിന്യസിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ വളഞ്ഞ കർഷകർ വൈക്കോലിൽ മുളകുപൊടി വിതറിയ ശേഷം കൂട്ടിയിട്ട് കത്തിച്ചെന്നും ഹരിയാന പോലീസ് ആരോപിക്കുന്നുണ്ട്. ഇതിൽ 12ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് പോലീസ് പറയുന്നത്. പോലീസുകാരെ വടിയും ഇരുമ്പുദണ്ഡും ഉപയോഗിച്ച് ആക്രമിച്ചെന്നും പോലീസിന് നേരെ കല്ലെറിഞ്ഞുവെന്നും പ്രതിഷേധക്കാർ സമാധാനം പാലിക്കണമെന്നും ഹരിയാന പോലീസ് ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തിയ 3ാം ഘട്ട ചർച്ചയും തീരുമാനമാവാതെ പിരിഞ്ഞിരുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ 2 ഇടങ്ങളിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിലായിരുന്നു ചർച്ച നടന്നത്. 3 കേന്ദ്രമന്ത്രിമാരാണ് കർഷക സംഘടനാ നേതാക്കളുമായി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ 5 മണിക്കൂറിലധികം നീണ്ട ചർച്ച നടത്തിയത്. ഞായറാഴ്ച മറ്റൊരു റൗണ്ട് ചർച്ചയും ഇരുപക്ഷവും നടത്തിയിരുന്നു. എന്നാൽ അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒട്ടും വിട്ടുകൊടുക്കാതെയുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.